നമസ്കാരം. ഞാൻ സന്ദീപ് പൂരാടം. ഞാനിപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാറുള്ളൂ. അപ്പം എല്ലാവരും ചോദിക്കുന്നത് പൊളിക്കാനും അളവൊന്നും നോക്കണില്ലേ, അളവിനൊന്നും ചെയ്യേണ്ട, ഇതിൻ്റെ അളവ് ശരിയാണോ, അത് കണക്ക് ശരിയാണോ, വീടിൻ്റെ കണക്ക് ശരിയാണോ, റൂമിൻ്റെ കണക്ക് ശരിയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വീട് മാത്രമല്ല, വീട് നിൽക്കുന്ന സ്ഥലം നോക്കണം. നമ്മൾ ആദ്യം നമ്മൾ ഭൂമിയാണ് ശരിയാക്കേണ്ടത്, വീടല്ല. എല്ലാവരും വന്നിട്ട് ഇപ്പോൾ പോയ സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലും എന്താ പറയുക, ചിലപ്പോൾ കോട്ടയം ഭാഗത്തൊക്കെ പോകുമ്പോഴൊക്കെയാണ് അങ്ങനത്തെ ഇത് കൂടുതൽ കാണുന്നത് കേട്ടോ. അവിടെയൊക്കെ എന്ന് വെച്ചാൽ റബ്ബർ മരങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ വെക്കുക. അപ്പം അങ്ങനെ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കും. മിക്ക വീടിലും എന്താ വെച്ചാൽ കിഴക്ക് ഭാഗം അറ്റം വരെ വീട് അടഞ്ഞിരിക്കണം, കിഴക്ക് ഫുള്ള് അടഞ്ഞിരിക്കണം. കിഴക്കിൽ ഇല്ല, കിഴക്ക് ഭാഗം അടഞ്ഞിരിക്കുന്നത് കിഴക്ക് വീടിൻ്റെ മതിലിന് അല്ലെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഇല്ല, ഭൂമി കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും മിക്ക വീടുകളും ഉണ്ടാക്കിയിരിക്കണം. അവിടെ കുന്നുപ്രദേശം ആയതുകൊണ്ട് അവിടെ അതിൻ്റെ മതിൽ അല്ലെങ്കിൽ പൊക്കം ഉയർച്ചയൊക്കെ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കണം. കിഴക്ക് ശരിക്കും ഏറ്റത്തോടുകൂടി കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തുടങ്ങും കൺസ്ട്രക്ഷൻ. കട്ട് ചെയ്തിട്ടുണ്ട് തന്നെ ബാക്കി അപ്പുറം. അപ്പോൾ 2-3 അടി അല്ലെങ്കിൽ 3 അടി 3.5 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവും മിക്കവാറും. നമ്മുടെ 3-3.5 അടി ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു മതിലിൻ്റെ ഹൈറ്റായി. എന്നിട്ട് അവിടെ നിന്നാണ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ എന്തായി, അത് പിന്നെ അവിടെ നിന്ന് പൊന്തിപ്പോയിരിക്കുന്ന സ്ഥലമല്ലേ, മുകളിലേക്ക് പൊന്തിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കിഴക്ക് ഭാഗം അടഞ്ഞിരിക്കണം. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കിഴക്ക് ഭാഗം തുറന്ന് കിട്ടണം, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് നിന്ന് സൂര്യപ്രകാശം കിട്ടണം. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന് സൂര്യപ്രകാശവും വെള്ളം വെളിച്ചം കിട്ടിയാൽ കുട്ടികളുണ്ടാവുള്ളൂ, തലമുറകളുണ്ടാവുള്ളൂ, സന്താനങ്ങൾ ഉണ്ടാവുള്ളൂ. അതിന് പോയി പൂജകൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വീട് വെട്ടിപ്പൊടിച്ചിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ആ വീട്ടിലേക്ക് സൂര്യപ്രകാശം കിട്ടണം. ആ സൂര്യപ്രകാശം വീട്ടിൽ കിട്ടിയിട്ട് ആ സൂര്യപ്രകാശത്തിന്റെ ഗുണങ്ങൾ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കിട്ടണം. അവിടുത്തെ ബെഞ്ചുകളും മത്സ്യവേദികളൊക്കെ ഉണ്ടെങ്കിലും കട്ടിലും കിടക്കൊക്കെ ഇതിന്റെ സൂര്യപ്രകാശത്തിന്റെ ഗുണങ്ങൾ കിട്ടും. അവിടുന്ന് സൂര്യപ്രകാശം ഈ വീട്ടിലേക്ക് അടിച്ച് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, കിഴക്ക് ഭാഗം ഫുള്ളായി മൂടിപ്പോയാൽ എന്ത് സംഭവിക്കും, കുട്ടികളുണ്ടാവാൻ താമസിക്കും. അപ്പൊ നമ്മൾ പോയി പൂജകൾ ചെയ്തോണ്ട് ഫലങ്ങൾ, പൂജകൾ ചെയ്ത ഫലങ്ങൾ ഉണ്ടാവാനില്ല, ചിലപ്പോൾ ഉണ്ടാവും. പല സ്ഥലങ്ങളിൽ പല പൂജകളൊക്കെ ചെയ്യുമ്പോൾ ഇതെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, അവിടുത്തെ ചില ഇതുകളൊക്കെ സൂര്യപ്രകാശത്തിന്റെ ഏറ്റവും കൂടുതൽ നല്ല കിരണങ്ങൾ ആഗിരണം ചെയ്ത ആ വൃക്ഷത്തിന്റെ ഇതുകളൊക്കെ ആയിരിക്കും കത്തിക്കണത്. അത് കത്തിക്കുമ്പോൾ, അത് പ്രത്യേക ഇതിൽ നെയ്യിലോ അങ്ങനെ മറ്റുള്ള ഹോമങ്ങളിൽ കത്തിക്കുമ്പോൾ ആ എനർജി നമുക്ക് അവിടെ കിട്ടും. അപ്പൊ നമ്മൾ അവിടെ പ്രസന്റ് ആയിരിക്കണം. അപ്പൊ ആ ഒരു പ്രസൻസിൽ നമുക്ക് ആ ഒരു എനർജി കിട്ടണം ശരീരത്തിന്. നമ്മൾ ചെന്ന് നിൽക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അവിടെ പൂജ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ, അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എനർജി കിട്ടും. അതുപോലെ വീടുകളിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുകയ്ക്കലൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ മിക്കവാറും ഇതാണ് കാരണങ്ങൾ ചെയ്യണത്. അപ്പൊ അത് ഈ ഒരു നല്ല എനർജി എപ്പോഴും ഈ മരങ്ങളെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ വീടുകളിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇതിന് പറഞ്ഞെന്നുള്ളൂ സംസാരത്തിൽ വന്നപ്പോൾ. അപ്പൊ വീടിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ വീടിന്റെ കിഴക്ക് ഭാഗം ഉണ്ടാവണം, അത് വേണം. പിന്നെ ഒരു ആകർഷണമായിട്ടുള്ള സ്ത്രീ വീടിന് വടക്ക് വശം ഉണ്ടാവണം. അപ്പം ഞാൻ ചെല്ലുമ്പോഴും മിക്ക വീടുകളിലും എന്താ ഭൂമിയുടെ സംബന്ധമായിട്ടുള്ളത് ആദ്യം മാറ്റാറുണ്ട്. അത് തന്നെ ഉണ്ടാവുമെന്ന് ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ. പിന്നെ അത് വീടുമ്പോഴും കൂടെ പഴയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് പോലെ തോന്നുമല്ലോ. അപ്പം അതില്ലാണ്ടിരിക്കാനാണ് ഞാനിപ്പോൾ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളിലും ഓരോ വീടുകളിൽ പോകുമ്പോഴും ചിലപ്പോൾ ഒരു വാതിലെടുത്ത് മാറ്റി വെക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് വാതിലുകൾ മാറ്റേണ്ടി വരും. അങ്ങനത്തെ ചെറിയ ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ, ചില ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മൊത്തമെടുത്ത് മാറ്റും. ഇപ്പോൾ വടക്കിഴക്കിൽ ഒരു ഷെഡ് കൊണ്ടുവന്ന് വെക്കുക, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് തന്നെ ഫുൾ ഷെഡ് വെച്ചിട്ട് മറച്ചിടുക. പിന്നെ അടുക്കളയുടെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അടുക്കളയ്ക്ക് ഒരിക്കലും വടക്കിഴക്കിൽ സ്ഥാനമില്ല. വടക്കിഴക്കിൽ അടുക്കള വന്നാൽ നിങ്ങളുടെ അടുത്തുള്ള സമ്പത്ത് കത്തി നശിച്ച് പോകുമെന്ന് തന്നെയാണ് പറയുക. സ്വർണം അതുപോലുള്ള ലിക്വിഡ് ക്യാഷ് ഇല്ലാതാവും. അത് ഒരു ജീവിതം കളയുന്നതിന് തുല്യമാണെന്ന് തന്നെ പറയാം വടക്കിഴക്കിലെ അടുക്കള. അത് നല്ലതല്ല എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. മിക്കവാറും ലിക്വിഡ് ക്യാഷ് ആയിട്ടുള്ള സമ്പത്ത് അത് ഉണ്ടാവില്ല. തെക്ക് കിഴക്കിലാണ് അടുക്കളയ്ക്ക് സ്ഥാനമുള്ളത്. അത് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോട്ടെ, അതിനെ കുറിച്ചിട്ട് പിന്നെ കൂടുതൽ പറയുന്നു വേണ്ടല്ലോ. അപ്പം ആ ഒരു കിഴക്ക് ഭാഗം അടയ്ക്കാണ്ടിരിക്കുക, വടക്ക് ഭാഗം അടയ്ക്കാണ്ടിരിക്കുക. വടക്ക് ഭാഗത്തും നല്ലൊരു സ്പേസ് വേണം. അപ്പോൾ വടക്കും കിഴക്കും നല്ലോണം തുറന്നു വെക്കുക. അപ്പം അങ്ങനത്തെ ഒരു ഇത്. പിന്നെ വടക്കിളന്ന് വെച്ചിട്ട് വടക്കിൻ്റെ പടിഞ്ഞാറ് വശം നല്ലതല്ല. ആ ഭാഗത്ത് വാതിലുകളോ ജനലുകളോ വഴികളോ വന്നു കയറുന്നത് ഒരിക്കലും നല്ലതല്ല. വടക്ക് പടിഞ്ഞാറ് ഭാഗം, വടക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗം ചന്ദ്രൻ അല്ലെങ്കിൽ മനസ്സ് എന്നൊക്കെയാണ് പറയുക. മനസ്സിൻ്റെ ഭാഗമാണ്.
മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ദിക്കായതുകൊണ്ട്, സ്ത്രീകളുടെ ദോഷം വശങ്ങളായതുകൊണ്ട് സ്ത്രീകൾ വീട്ടിൽ നിൽക്കാൻ താല്പര്യപ്പെടില്ല. വടക്കോട്ടാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് എവിടെന്നെങ്കിലും പോയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ മതിയായി, വീട്ടിൽ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ കാണുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉണ്ടാകുന്ന തെറ്റുകളാണ് ഒരു ഇത്. അപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ സ്ത്രീകൾ പോകും, അവർക്ക് അവിടെ നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ചെയ്തിട്ട് വാതിലുകൾ നല്ല സ്ഥലങ്ങളിൽ വയ്ക്കുക, വഴികൾ നല്ല സ്ഥലങ്ങളിൽ വയ്ക്കുക. ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ നോക്കി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ നല്ല കിണറോ കുളങ്ങളൊക്കെ വടക്കിഴക്ക് ഭാഗത്തിടുക, അല്ലെങ്കിൽ ഒരു ചെറിയ വാട്ടർ സമ്പൊക്കെ വെക്കുക, ഒരു ബോർവെല്ലോ സാധനങ്ങളൊക്കെ വെക്കുക. പിന്നെ മിക്ക വീടുകളിലും അപ്പർ ടാങ്ക്, വെള്ളത്തിൻ്റെ അപ്പർ ടാങ്ക് വെച്ചിരിക്കുന്നത് വടക്ക് കിഴക്ക് മൂലയിലാണ്. അത് വടക്ക് കിഴക്ക് മൂലയിലല്ല, തെക്കിലോ പടിഞ്ഞാറിലോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറിലോ ഉള്ള ഭിത്തികളിലാണ് അത് സ്ഥാപിക്കേണ്ടത്. ഒരിക്കലും വടക്കിഴക്ക് ഭാഗങ്ങളിൽ വടക്കിലോ കിഴക്കിലോ അപ്പർ ടാങ്ക് പാടില്ല. നന്ദി, നമസ്കാരം.